തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും മാതൃകാ ദമ്പതികളായി വാഴ്ത്തപ്പെട്ടിരുന്നവരാണ് ദളപതി വിജയും ഭാര്യ സംഗീതയും. ആരാധകരുടെ പ്രിയപ്പെട്ട അണ്ണിയും അണ്ണനും വേർപിരിയുന്നു എന്ന വാർത്ത തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിലും വലിയ ഞെട്ടലുണ്ടാക്കി. വിജയ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയിലൂടെ മുഖ്യമന്ത്രി പദം ലക്ഷ്യം വെക്കുമ്പോൾ പുറത്തുവരുന്ന ഈ വിവാഹമോചന വാർത്തകൾ കേവലം ഒരു കുടുംബ പ്രശ്നം എന്നതിലുപരി വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. വർഷങ്ങളായി നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നത്. സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷൻ വിജയുടെ വ്യക്തിത്വത്തെയും പ്രതിച്ഛായയും ഗുരുതരമായി ബാധിക്കുന്ന ആരോപണങ്ങൾ നിറഞ്ഞതാണ്. തന്റെ ദാമ്പത്യം തകരാൻ കാരണം വിജയ്ക്ക് ഒരു നടിയുമായുള്ള വഴിവിട്ട ബന്ധമാണെന്ന് സംഗീത ഹർജിയിൽ വ്യക്തമായി പറയുന്നു. 2021 ഈ ബന്ധത്തെക്കുറിച്ച് താൻ അറിഞ്ഞതെന്നും എന്നാൽ അതിൽ നിന്ന് പിന്തിരിയാൻ വിജയ് തയ്യാറായില്ലെന്നും അവർ ആരോപിക്കുന്നു. ബന്ധം അറിഞ്ഞതിനു ശേഷം വിജയ് തന്നെയും മക്കളെയും പൂർണ്ണമായും അവഗണിക്കാൻ തുടങ്ങിയെന്നും താൻ മക്കൾക്കൊപ്പം ലണ്ടനിലേക്ക് താമസം മാറിയപ്പോഴും വിജയ് നടിക്കൊപ്പമുള്ള യാത്രകൾ തുടർന്നുവെന്നും സംഗീത ചൂണ്ടിക്കാട്ടുന്നു. വിജയ്ക്കൊപ്പം നടി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ തനിക്കും വളർന്നുവരുന്ന മക്കൾക്കും സമൂഹത്തിന് മുന്നിൽ വലിയ മാനക്കേട് ഉണ്ടാക്കിയെന്നും സംഗീത വേദനയോടെ കുറിക്കുന്നു. സംഗീതയുടെ ഹർജിയിൽ നടിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ വിരൽ ചൂണ്ടുന്നത് തെന്നിന്ത്യൻ സുന്ദരിയായ തൃഷയിലേക്കാണ്. ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം വിജയും തൃഷയും തമ്മിലുള്ള സൗഹൃദം അതിര് കടന്നുവെന്നും ഇരുവരും ഒരേ റിസോർട്ടിൽ അവധി ആഘോഷിച്ചുവെന്നുമുള്ള ഗോസിപ്പുകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. ഇപ്പോൾ സംഗീതയുടെ ഹർജി പുറത്തു വന്നതോടെ തൃഷയ്ക്ക് നേരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഒരു കുടുംബം തകർത്തവൾ എന്ന നിലയിൽ തൃഷയെ ക്രൂശിക്കുമ്പോൾ മറുവശത്ത് താരം മൗനം പാലിക്കുകയാണ്. ഈ മൗനം ആരോപണങ്ങൾ ശരിയാണെന്ന തോന്നൽ ആരാധകർക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. വിജയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ ദിലീപിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് സമാനമാണെന്ന് പലരും നിരീക്ഷിക്കുന്നു. അന്ന് മഞ്ജു വാര്യരുമായുള്ള ദിലീപിന്റെ വിവാഹബന്ധം തകരാൻ കാരണം കാവ്യമാധവനാണെന്ന ആരോപണം ശക്തമായിരുന്നു. അന്ന് തൃഷ നേരിടുന്നത് പോലെ തന്നെ സൈബർ ലോകത്തെയും സമൂഹത്തെയും കടുത്ത വിദ്വേഷം കാവ്യമാധവനും ഏറ്റുവാങ്ങി. നീണ്ടകാലം അവർക്ക് പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. എന്നാൽ ഇവിടെ വിജയും ദിലീപും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ദിലീപ് തന്റെ പേരിൽ പഴി കേൾക്കുന്ന കാവ്യയെ തനിച്ചാക്കിയില്ല. വിവാഹമോചനത്തിന് ശേഷം അധികം വൈകാതെ തന്നെ കാവ്യയെ തന്റെ ജീവിത പങ്കാളിയായി അദ്ദേഹം ലോകത്തിന് മുന്നിൽ മാതൃകയായി കാണിച്ചു. എന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നവളാണ് കാവ്യ, അതുകൊണ്ടാണ് ഞാൻ അവരെ വിവാഹം കഴിച്ചത് എന്ന ദിലീപിന്റെ വാക്കുകൾ ഇന്നും ചർച്ചയാണ്. ഇന്ന് 600 കോടിയിലധികം ആസ്തിയുള്ള ദിലീപിന്റെ തണലിൽ സുരക്ഷിതയായ കുടുംബജീവിതം നയിക്കുകയാണ് കാവ്യ. എന്നാൽ വിജയ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമോ എന്നത് സംശയമാണ്. വിജയും ദിലീപിനെയും താരതമ്യം ചെയ്യുമ്പോൾ വിജയെക്കുറിച്ച് ആരാധകർക്കുള്ള ഒരു വലിയ പരാതി അദ്ദേഹം വിവാദങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്നു എന്നതാണ്. വിജയ് തന്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല. സംഗീതയുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും താരം മൗനം തുടരുകയാണ്. ഇത് തൃഷയെ പോലുള്ളവർക്ക് കൂടുതൽ പ്രഹരമേൽപ്പിക്കാനും കാരണമാകുന്നു. ദിലീപിന് രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ വിജയ്ക്ക് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹമുണ്ട്. ഒരു കുടുംബം സംരക്ഷിക്കാൻ കഴിയാത്തയാൾ എങ്ങനെ നാട് ഭരിക്കുമെന്ന ചോദ്യം എതിരാളികൾ ഉയർത്താൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ദിലീപിനെ പോലെ തൃഷയെ പരസ്യമായി സ്വീകരിക്കാൻ വിജയ് തയ്യാറാകുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. തൃഷ വിവാഹം എന്ന സങ്കല്പത്തിൽ അത്ര വലിയ വിശ്വാസമില്ലാത്ത വ്യക്തിയാണെന്ന് അവരുടെ അഭിമുഖങ്ങളിൽ നിന്നും വ്യക്തമാണ്. സിനിമകളിൽ സജീവമായി തുടരാൻ ആഗ്രഹിക്കുന്ന തൃഷ ഒരു വിവാഹത്തിന് തയ്യാറാകുമോ എന്നതും സംശയകരമാണ്. ഈ രണ്ട് കഥകളിലും ഏറ്റവും കൂടുതൽ സഹതപിക്കപ്പെടുന്നത് സംഗീതയും മഞ്ജു വാര്യരുമാണ്. മഞ്ജു വാര്യർ തന്റെ കരിയറിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് വിവാഹിതയായി സിനിമ വിട്ടത്. സമാനമായി വിജയുടെ വളർച്ചയിൽ നിഴലായി നിന്നവളാണ് സംഗീത. വിജയുടെ സിനിമകളുടെ നിർമ്മാണത്തിലും വസ്ത്രാലങ്കാരത്തിലും വരെ സംഗീതയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ സുവർണകാലം ഒരു പുരുഷന് വേണ്ടി മാറ്റിവെച്ചിട്ട് ഒടുവിൽ അവഗണിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് സംഗീതയുടെ ഹർജിയിൽ നിഴലിക്കുന്നത്. വിജയ് ഇപ്പോൾ നേരിടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു വശത്ത് രാഷ്ട്രീയ പാർട്ടി, മറുവശത്ത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി പങ്കുവയ്ക്കേണ്ടി വരുന്ന വിവാഹമോചന കേസ്. സംഗീത വലിയൊരു തുക ജീവനാംശമായി ആവശ്യപ്പെട്ടേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. മക്കളുടെ ഭാവി കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ കേസ് വിജയുടെ സാമ്പത്തിക ഭദ്രതയും ബാധിച്ചേക്കാം. സിനിമാ ലോകത്തെ തിളക്കങ്ങൾക്കും ആഘോഷങ്ങൾക്കും പിന്നിൽ ഇത്രയേറെ സങ്കീർണമായ ബന്ധങ്ങൾ ഉണ്ടെന്ന് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസകരമാണ്. വിജയ് തൃഷ ബന്ധം കേവലം ഗോസിപ്പായി അവശേഷിക്കുമോ അതോ ദിലീപ് കാവ്യ വിവാഹം പോലെ ഒന്നിൽ അവസാനിക്കുമോ എന്നത് കാലം തെളിയിക്കും. എന്നാൽ ഒന്നുറപ്പാണ്, ദളപതിയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് ഈ കുടുംബ കലഹം ഒരു വലിയ വിലങ്ങുതടിയായി മാറാൻ സാധ്യതയുണ്ട്. സ്ക്രീനിൽ നായകനായി തിളങ്ങുന്ന താരം ജീവിതത്തിൽ നായകനാകുമോ അതോ വിവാദങ്ങളിൽ വീണു പോകുമോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.